തണ്ണീർത്തട സംരക്ഷണ നിയമം കാറ്റിൽ പറത്തി തൃശൂരിൽ സർക്കാർ തന്നെ മണ്ണിട്ട് നികത്തിയത് 10 ഏക്കറോളം പാടം. പ്രളയഭീതിയിൽ പ്രതിഷേധവുമായി പ്രദേശവാസികൾ. അഴിമതിയും സർക്കാർ മണ്ണ് മാഫിയ ബന്ധവും ആരോപിച്ച് രാഷ്ട്രീയ നിയമ പോരാട്ടത്തിനൊരുങ്ങി ബിജെപിയും. തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ പുഴയ്ക്കൽ പാടത്താണ് വ്യവസായ വകുപ്പ് വ്യവസായ പാർക്കിനായി 10 ഏക്കറിലധികം പാടം ടൺ കണക്കിന് മണ്ണിട്ട് നികത്തിയത്. വർഷക്കാലത്ത് പതിവായി വെള്ളക്കെട്ടുണ്ടാവുകയും നിരവധി വീടുകളിലേക്ക് വെള്ളം കയറാറുമുള്ള പ്രദേശമാണിത്. ഇത് പരിഹരിക്കണമെന്ന പ്രദേശവാസികളുടെ കാലങ്ങളായുള്ള നിരന്തരമായ ആവശ്യം നിലനിൽക്കുമ്പോഴാണ് സർക്കാർ തന്നെ പാടം നികത്തലുമായി പ്രശ്നം കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത്. ഇതിനാകട്ടെ സർക്കാർ തന്നെ കൊണ്ടുവന്ന നിയമം അവർ തന്നെ നഗ്നമായി ലംഘിക്കുകയാണെന്നാണ് ആക്ഷേപം. ഇതുമൂലം സമീപത്തെ പൂങ്കുന്നം, കുട്ടൻകുളങ്ങര, പുതൂർക്കര, അയ്യന്തോൾ എന്നീ 4 ഡിവിഷനുകളിലെ 3000-ഓളം കുടുംബങ്ങളെയാണിത് പ്രതികൂലമായി ബാധിക്കുക. മഴക്കെടുതി കൊണ്ടും ഡാമുകളെ അതിക്രമമായിട്ട് തുറന്നുവിടുന്ന ആ സാഹചര്യങ്ങളെ കൊണ്ടും ഞങ്ങൾ ഒരുപാട് ദുരിതം അനുഭവിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ്. എന്നിട്ട് അവർ ഇത്രയും ഏരിയ കവർ ചെയ്തിട്ട് ഇത്രയും മണ്ണടിക്കുമ്പോൾ അടുത്ത മൺസൂൺ വരുമ്പോഴത്തെ സ്ഥിതി നമുക്ക് ആലോചിക്കാവുന്ന ഒരു കാര്യമുള്ളൂ. അതിൻ്റെ കെടുതി എത്രത്തോളം അതിൻ്റെ വ്യാപ്തി ഉണ്ടാവും എന്നുള്ളത്. മാക്സിമം ദുരിതത്തിലേക്ക് തള്ളിവിടാണ്ട് ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറണം. പുല്ലഴിയിൽ ഏക്കർ കണക്കിന് കരഭൂമി സർക്കാരിന് സ്വന്തമായി ഉണ്ടെന്നിരിക്കെ നഗരമധ്യത്തിൽ നിയമം ലംഘിച്ച് വ്യാപകമായി മണ്ണിട്ട് പാടം നികത്തുന്നത് സർക്കാരിന്റെ അഴിമതിയും മണ്ണുമാഫിയകളുമായുള്ള ബന്ധവുമാണെന്ന് ബിജെപി ആരോപിച്ചു. 2018-ലും 2019-ലും പ്രളയമുണ്ടായ സമയത്ത് അതിനെക്കുറിച്ച് പഠിച്ച സമിതികൾ കൃത്യമായിട്ട് പറഞ്ഞത് തൃശ്ശൂരിൽ പ്രളയമുണ്ടായതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പുഴയ്ക്കൽ പാടം അനിയന്ത്രിതമായിട്ട് മണ്ണിട്ട് നികത്തിയത് കൊണ്ടാണ് ഈ ദുരിതം ഇവിടെ ഉണ്ടായത് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം നിലവിലിരിക്കുന്ന സമയത്താണ് ഇരുട്ടിന്റെ മറവിൽ 4 ദിവസം രാത്രി കൊണ്ടാണ് ഇത് 10 ഏക്കറോളം ഭൂമി അവർ മണ്ണിട്ട് നികത്തിയിട്ടുള്ളത്. ആയിരക്കണക്കിന് ലോഡ് മണ്ണ് ഇവിടെ അടിച്ചു. കോടിക്കണക്കിന് രൂപ വരെ സർക്കാരിന് ചെലവ് വരുന്നുണ്ട്. ഒരു ചെലവുമില്ലാതെ സർക്കാരിന് അവരുടെ കീഴിലുള്ള ഏക്കർ കണക്കിന് ഭൂമി ഇവിടെ തരിശായിട്ട് കിടക്കുന്ന സമയത്ത് അവിടെ ഇൻഡസ്ട്രിയൽ പാർക്ക് ആരംഭിക്കാതെ ഇവിടെ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് പിന്നിൽ അഴിമതിയുണ്ട്, അതിന് മറ്റു താല്പര്യങ്ങളുണ്ട്. പുഴയ്ക്കൽ പാടത്ത് നടന്ന പല അശാസ്ത്രീയ നിർമ്മാണങ്ങളുടെയും നിയമലംഘനങ്ങളുടെയും ഫലമായി മഴക്കാലത്ത് തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലും MLA റോഡിലും അടക്കം വെള്ളം കയറുന്നതും ഗതാഗതം തടസ്സപ്പെടുന്നതും പതിവാണ്. ജനങ്ങളെ ഏറെ ബാധിക്കുന്നതും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നതുമായ ഈ നിയമലംഘനത്തിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നാണ് റെസിഡൻസ് അസോസിയേഷനുകളുടെ ആവശ്യം. ഈ സാഹചര്യത്തിൽ അസോസിയേഷനുകളുമായി സഹകരിച്ച് നിയമ നടപടി സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് ബിജെപിയും. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഈ പ്രശ്നത്തിൽ നിന്ന് സർക്കാർ പിന്തിരിയാൻ വേണ്ടിയിട്ട് തയ്യാറാകണം. ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷനുകളെ സംഘടിപ്പിച്ചുകൊണ്ട് തുടർ നടപടികളെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കും. എന്തായാലും രാഷ്ട്രീയമായിട്ടും നിയമപരമായിട്ടും ഈ വിഷയത്തെ നേരിടാൻ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി ബിജെപി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, ജനറൽ സെക്രട്ടറി ജസ്റ്റിൻ ജേക്കബ്, തൃശൂർ വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് C. മേനോൻ, ഹരിശ്രീ മുരുകനഗർ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ളവർ സ്ഥലം സന്ദർശിച്ചു. TCV തൃശൂർ.